ബൽറാം, ഈ സാംബാക്കത്തോ മേഖലയിൽ ഉണ്ടായി പിന്നെയും ഒറ്റപ്പെട്ട ചില ഡ്രോൺ ആക്രമണങ്ങൾ, ചില പ്രശ്നങ്ങൾ. എങ്കിൽ കൂടിയും പൊതുവെ ആ മേഖല സമാധാനമായി, സ്കൂളുകൾ തുറക്കുന്നു, ജനജീവിതം സാധാരണഗതിയിലേക്കാവുന്നു, ആളുകൾ നിരത്തിലിറങ്ങുന്നു, കടകൾ തുറക്കുന്നു, ബാക്ക് ടു നോർമൽ എന്ന് പറയാനാവുന്നോ ബൽറാം? ഹാഷ്മി, ഇപ്പോൾ ജമ്മു കശ്മീർ മേഖലയിൽ ഏതാണ്ട് സാധാരണ രീതിയിലേക്ക് ജനജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗർ നഗരത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സാധാരണ നിലയിലേക്ക് ആളുകളുടെ ജീവിതം മാറി എന്ന് നമുക്ക് പറയാം. കാരണം ഇന്ന് രാവിലെ മുതൽ സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ തുറന്ന് പ്രവർത്തിച്ചു. വിദ്യാർത്ഥികൾ ബഹുഭൂരിഭാഗവും സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നഗരമേഖലയിൽ ഇല്ല. അതേസമയം അതിർത്തി മേഖലയിൽ സാഹചര്യം വ്യത്യസ്തമാണ്. ഈ മേഖലയിൽ ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ, ഒപ്പം തന്നെ ആളുകളുടെ ആശങ്ക പൂർണ്ണമായും വിട്ടുമാറാത്തതിനാൽ ഈ അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അത് എപ്പോൾ തുറക്കും എന്ന കാര്യത്തിലും നിലവിലിപ്പോൾ പ്രഖ്യാപനമില്ല. സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം സാംബ, കത്വ അടക്കമുള്ള ഇടങ്ങളിൽ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആളുകളിൽ ആശങ്ക വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഡ്രോണുകൾ അല്ല എന്ന തരത്തിലുള്ള നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം സൈന്യത്തിൽ നിന്നും വന്നിരുന്നു. അത് നിരീക്ഷണ ഡ്രോണുകളാണ് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ രാത്രിയിൽ വീണ്ടും ആകാശത്ത് പൊട്ടിത്തെറി ശബ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ കേൾക്കുന്നു എന്നുള്ളതാണ് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള നിയന്ത്രണ നടപടികൾ തുടരുകയാണ് ഈ പ്രദേശങ്ങളിൽ. കൂടാതെ അപായ മുന്നറിയിപ്പ് സൈറനും മുഴങ്ങിയിരുന്നു പലയിടങ്ങളിലും. ഇതെല്ലാം തന്നെ ആളുകളിലെ ആശങ്ക പൂർണ്ണമായും വിട്ടുമാറാൻ ഇടയാക്കിയിട്ടില്ല എങ്കിലും ജനജീവിതം സാധാരണ രീതിയിലേക്ക് നീങ്ങുന്നു. അതിർത്തിയിൽ ഈ പാക് ഷെല്ലാക്രമണം നടന്ന മേഖലകളിലേക്കടക്കം ആളുകൾ ഇപ്പോൾ തിരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മേഖലയിൽ ഉറി അടക്കമുള്ള മേഖലയിലേക്ക് ആളുകൾ മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ എത്തുന്ന ആളുകൾ ആശങ്ക ഏതാണ്ട് പൂർണ്ണമായും മാറി തന്നെയാണ് അവർ എത്തുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടതിൽ അവർക്ക് സന്തോഷമുണ്ട്. എങ്കിൽ പോലും ഒരു 10% പേർ മാത്രമാണ് ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടുള്ളത്. മറ്റാളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. അതിൽ ഏറ്റവും വേദനാജനകമായ കാര്യം, ഈ മടങ്ങിയെത്തുമ്പോഴാണ് പലരും തങ്ങളുടെ വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടിരിക്കുന്നു, താമസയോഗ്യമല്ലാതായിരിക്കുന്നു എന്ന വിവരം അറിയുന്നത്. അത് റിപ്പയർ ചെയ്യാനടക്കമുള്ള ധനസഹായം ഇതിനായുള്ള നടപടികൾ എല്ലാം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അശ്വിനി, ഓക്കെ, ബൽറാം നെടുങ്ങോടിയാണ് ശ്രീനഗറിൽ നിന്ന് ആ വാർത്തയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നൽകിയത്. നമ്മൾ ശ്രീനഗറിൽ പോകുമ്പോൾ, പഹൽഗാമിൽ പോകുമ്പോൾ ടൂറിസം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന സാധുക്കളായ പാവ മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ കരയുന്നത്, അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ദൈനംദിന ജീവസന്ധാരണം ഏതാണ്ട് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നില്ലാതായി പോകുന്നൊരു സാഹചര്യം നമ്മൾ നേർക്കുനേർ കണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെയും കാര്യങ്ങളൊക്കെ പഴയതുപടിയാവട്ടെ, ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് വരട്ടെ, ശ്രീനഗറിനെയും പഹൽഗാമിനെയും ഒക്കെ വേദന മാറട്ടെ.